പുനരുദ്ധരിപ്പിക്കേണ്ടവരുടെ രണ്ടാം ഘട്ട ലിസ്റ്റും പുറത്തു വന്നതോടുകൂടി വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ലിസ്റ്റിനെതിരെ ഉയരുന്നത്. തികച്ചും അർഹരായ പലരും ഇപ്പോഴും പട്ടികക്ക് പുറത്താണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. സമരഭൂമിയിൽ ഇന്നിപ്പോൾ കുടിൽക്കെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നു. അവർ പറയുന്ന എല്ലാ ആക്ഷേപങ്ങളെയും ശരിവെക്കുന്ന തരത്തിലാണ് ഏറ്റവും അവസാനം വന്ന പുറത്തു വന്ന ലിസ്റ്റ് പോലും ഉള്ളത്. ഇപ്പോൾ ശരത്ത് അന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്ന, അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിനിടെ തന്നെ മരിച്ചുപോയ ശരത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവരുടെ പേരും ഈ ലിസ്റ്റിലില്ല. പൂർണ്ണമായും വീടും മുഴുവൻ നഷ്ടപ്പെട്ടത്. പൂർണ്ണമായിട്ട് വീട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളി മണ്ണ് എല്ലാം കയറി നമ്മുടെ സ്വന്തം വീട്ടിലെ ചളി കയറി. ഞങ്ങൾ താമസിച്ചത് HML പാടിയിൽ അങ്ങ് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ മകൻ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ചൂരമലൽ HML ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ രണ്ടാളും ചെട്ടിലാക്കിയിട്ട് വെള്ളം കൂടി വരണുണ്ട്, ഞങ്ങൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നെ പോയി രണ്ടാമത് തിരിച്ച് എൻ്റെ മകൻ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ളത് ഏதாவது ആനുകൂല്യമായിട്ട് എനിക്കെല്ലാം സഹായിച്ച് എനിക്ക് നാട്ടുകാരും ഗവൺമെൻറ് എല്ലാം സഹായിച്ച് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് വേറെ ഒരു അനാഥയായിട്ട് ഞങ്ങൾ രണ്ടുപേര് നിൽക്കുകയാണ്, ഭാര്യ ഭർത്താവും. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ് എന്ത് ചെയ്തു കൊടുത്താലും എനിക്ക് മതിയാവാത്ത ഒരു മകനാണ് പോയത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് എനിക്ക് ചെയ്തേ പറ്റൂ. ഞങ്ങൾ അനാഥയായിട്ട് ഇരിക്കുകയാണ്, അച്ഛനും അമ്മയും. അതുകൊണ്ട് ശിവനേണ്ടി ഇരിക്കുകയാണ് ഞങ്ങൾ. വേറെ എനിക്കൊന്ന് സഹായിക്കാനോ പറയാനോ ഇരിക്കാനുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാനോ ആൾക്കാർ ആരും ഉണ്ടായില്ല. എൻ്റെ മരുമക്കള് വന്ന് പറയും ചെയ്യൂ എല്ലാം ചെയ്യൂ. ഇവർ വന്നിട്ട് അങ്ങനെ ഒന്നും വിലവയ്ക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഈ നാട്ടിലുള്ളവരുണ്ട്. അവനക്ക് എന്ത് ചെയ്തു കൊടുക്കണം, എന്ത് പോകണുണ്ട് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏതാതൊരു സഹായങ്ങൾക്ക് ചെയ്തേ തന്നേ പറ്റുള്ളൂ. തീർച്ചയായും ഇതിന് രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ചുപോയ ആൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന, അവരുടെ കുടുംബത്തിന് നൽകേണ്ട പ്രത്യേക പരിഗണന എന്നതല്ല, ഏറ്റവും അർഹമായ എല്ലാവർക്കും ലഭിക്കേണ്ട, അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കേണ്ട, വാസയോഗ്യമല്ലാത്ത വീടുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട അവരുടെ പുനരധിവാസ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവുക എന്ന മിനിമം മര്യാദ പോലും ഈ ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. അമ്മ, ശരത്ത് പോയതിനു ശേഷം എന്താണ് എങ്ങനെയാണ് താമസിക്കുന്നത്, എവിടെ ജീവിക്കുന്നത്? ഞങ്ങൾ ഈ താഴെ അരിപ്പറ്റയിലാണ്, വാടകയ്ക്കാണ്. പറഞ്ഞാൽ 6,000 റുപ്യ വാടകയ്ക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ എന്നെ നോക്കണ്ട, ഞങ്ങളെ നോക്കണ്ട ഒരു മോനാണ് ഞങ്ങളെ കൈവിട്ട് പോയത്. ഞങ്ങൾക്ക് ആരുമില്ല, ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അപ്പം ഞങ്ങളങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട്. അല്ലാണ്ട് ഞങ്ങൾക്ക് ആരുമില്ല. അർഹതപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ ഞങ്ങളെ രണ്ടാളെ വിട്ട് മരണപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഏത് ചെയ്യുന്നതാണ് ഞങ്ങൾ മരുന്നുമായി വിഷമത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഏതാവത് സഹായം ചെയ്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ.